വ്ളോഗിലേക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പ്രിയപ്പെട്ടൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫേസിൽ പോയി മേക്കപ്പ് കാണുമ്പോഴേക്കും ഉറങ്ങി എഴുന്നേറ്റ കോയിലാണോന്ന്. തലേദിവസം നമ്മൾക്ക് പാല് കാച്ചിലെല്ലാം കഴിഞ്ഞ് യാത്രയെല്ലാം കഴിഞ്ഞ് വീട് നിൽക്കുമ്പോൾ അത്യാവശ്യം ടൈം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പിറ്റേ ദിവസം കുറച്ചധികം നേരത്തെ എഴുന്നേൽക്കുന്നതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഡ്രസ്സ് മാറി വന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തത്. ഫേസ് ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മേക്കപ്പ് അങ്ങനെ തന്നെ എൻ്റെ ഫേസിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം പോയി വീടൊക്കെ അടിച്ചുടച്ചിട്ടപ്പോൾ ഒന്ന് ഞാനേട്ടനെ വിളിച്ചു. അപ്പോഴേക്കും നമുക്കൊരു 5:45 ഇനി എനിക്ക് മേക്കപ്പും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടാ എഴുന്നേക്ക് കുളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ വിളിക്കുമ്പോൾ അവൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞിരിക്കും. നേരെ വഴുകി നമുക്ക് വേഗം തന്നെ അവിടെ എത്തണം എന്നിട്ട് ഞാനും ചെറിയ നിലയ്ക്ക് തല്ലുണ്ടാക്കുന്നുണ്ട്. ഏട്ടാ വേഗം പൊന്ന് ആകെ 5:45 9:30 അവിടെ എത്തേണ്ട വെച്ചിട്ടാണ് അവൻ എന്നോട് ചൂടാവുന്നത്. എന്തോ ടെസ്റ്റ് വെച്ച് എനിക്ക് വീട്ടിൽ പോയിട്ടാണ് സാരി മാറാൻ. ഞാൻ അവിടേക്ക് സാരികളൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇവിടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടാണ് എനിക്ക് വീട്ടിൽ പോകാൻ. അപ്പോൾ അതാ ഞാൻ പിന്നെ എൻ്റെ അടുത്ത് പോയി കിടന്ന് എണ്ണ മസ്ക് ഇട്ടിട്ട് എഴുന്നേക്കാൻ വെച്ചു. അടി ഉണ്ടാക്കി ഞാൻ അന്നത്തെ ദിവസം ഫുള്ള് പോകും. അങ്ങനെ എണ്ണ എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കാൻ വിട്ടതിന് ശേഷം ഞാൻ വേഗം പോയി കുളിച്ചെല്ലാം വന്നു കേട്ടോ. കുളിച്ചെല്ലാം വന്ന് ഇനി എന്തായാലും ഐശ്വര്യമായിട്ട് വിളക്കെത്തിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഏരിയത്തെ കർട്ടനൊക്കെ മാറ്റിയിട്ട് വിളക്കെത്തിക്കാൻ പോവുക. എന്തായാലും നമ്മളെ വീട്ടിലത്തെ പുതിയൊരു ദിവസമല്ലേ. നമ്മൾ ഇന്നാണ് ഉറങ്ങി രാവിലെ തന്നെ എഴുന്നേറ്റുള്ളൊരു ദിവസം. താമസിച്ച് എഴുന്നേൽക്കുക എന്നൊക്കെ പറയില്ലേ. നമ്മൾ പാലുകാച്ചലിൻ്റെ അന്ന് രാവിലെ വന്ന് പാല് കാച്ചി അങ്ങനെയല്ലേ. പിന്നാണ് നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റതൊക്കെ നല്ലൊരു ഉറക്കമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ദൈവത്തിനോട് നമ്മൾ നന്ദി പറയണമല്ലോ. നമുക്ക് ഇത്ര സൗകര്യത്തിലും ഭാഗ്യത്തിനും ജീവിക്കൽ മാർഗം അവർ കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഞാൻ വേഗം വിളക്കെത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പുതിയ ഐറ്റംസായ കാരണം ഇതൊക്കെ ഓരോന്നും ഓരോ സ്ഥലത്തായിരുന്നു എടുത്ത് വെച്ചിരുന്നത്. ഞാൻ ഓരോന്നും പറക്കി കൊടുന്ന് വിളക്കെത്തിക്കളെല്ലാം സെറ്റിങ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏട്ടൻ അപ്പുറത്ത് കുളിക്കുന്നുണ്ട്. കാത്തുമ്പോൾ നല്ല ഉറക്കമാണ്. അപ്പോഴേക്കും ഇപ്പോൾ ടൈം ഒരു 6 മണി 6:30 ആയിട്ടുണ്ടാവും കേട്ടോ. കാരണം ഞാൻ വേഗം പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നില്ലേ. അപ്പോൾ അതാണ് ഇത്രയും വെളിച്ചം കാണുന്നത് പുറത്ത്. പന വിളക്കെത്തിക്കളെല്ലാം സെറ്റിങ്സ് ചെയ്തിട്ട് തീപ്പെട്ടി എടുക്കാൻ പോയതാണ്. തീപ്പെട്ടിക്ക് എടുത്ത് വന്നു വിളക്കെത്തിക്കാൻ പോകട്ടെ. വിളക്കെത്തിച്ചപ്പോൾ എനിക്ക് പണ്ടൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ചിലപ്പോൾ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും ഇവിടെ ഇപ്പോൾ എന്താ പ്രാർത്ഥിക്കുക വെച്ചിട്ട് വെറുതെ കൈക്കുപ്പി വെറുതെ ദൈവത്തിൻ്റെ നടേരെ മുന്നേ ഞാൻ നിന്നിട്ടുണ്ട് കേട്ടോ. എനിക്കതിനെ പ്രാർത്ഥിക്കാനെന്നറിയാം. പിന്നെ വല്ല എക്സാം വല്ലതും ഉണ്ടെങ്കിലാണ് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കൈയും കുപ്പി നിൽക്കും. നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയില്ല. പക്ഷേ ഇപ്പം ഞാനങ്ങനെ കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷം ആയിരിക്കാം എനിക്ക് ഇത്ര വലിയ മാറ്റം വന്നത്. ഇപ്പോൾ ഞാനായാലും അവനായാലും എല്ലാ മതങ്ങളും ഒരേപോലെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പം അമ്പലത്തിലായാലും പള്ളിയിലായാലും പോയി കഴിഞ്ഞാൽ അവിടെ റിട്ടേൺ വരുന്ന വരയ്ക്ക് നമുക്ക് അവരോട് പറയാം എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്. ഇതിന്ന മതം എന്നില്ല, എല്ലാം ദൈവങ്ങളും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാനും അവനും. കുറേ പേര് പറയും അവനെ ഞാൻ ഹിന്ദു മതത്തിലേക്കാക്കി. കുറേ പേര് എന്നെ അവൻ ക്രിസ്ത്യൻ മതം. ഞാൻ രണ്ടാളും അങ്ങനെ ഒരു മതമില്ല. എല്ലാം ദൈവങ്ങളൊന്നാണ്. എല്ലാവരും വിളിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അത്രയ്ക്കുള്ളൂ. അങ്ങനെ അയാൾക്കെല്ലാം കത്തിച്ച് സെറ്റായതിൻ്റെ ശേഷം ഞാൻ വേഗം തന്നെ വന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു ഗ്ലാസ് സ്കിൻ മേക്കപ്പ് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ലാസ്റ്റ് കാണാൻ എൻ്റെ സ്കിൻ എങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഫേസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. നമ്മളെ വീട്ടിലാണെങ്കിൽ കണ്ണാടയില്ല. കണ്ണാട മേടിക്കാനോ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ മേടിച്ച് വയ്ക്കാന്ന് വെച്ചിട്ട് വാൽക്കണ്ണാടി വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. അപ്പോൾ അതാ എൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കാരണം അടിപൊളി മേക്കപ്പ് ആയിരുന്നു. എനിക്ക് സാധാരണ എൻ്റെ വീട്ടിൽ വല്ല പരിപാടികൾക്ക് പോലും കിട്ടാൻ എന്നെ ഫേസ് കാണാറില്ല. പക്ഷെ ഇന്നത്തെ മേക്കപ്പ് എന്തോ ചെറിയ വാൽക്കണ്ണാടി വെച്ചിട്ടാണ് ഞാൻ നല്ല ഭംഗിയിൽ ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ ഞാൻ വേഗം ബേബിയെല്ലാം കുളി കഴിഞ്ഞപ്പോൾ വേഗം കാത്തോനെ എടുത്ത് ഞാൻ വണ്ടിയിലേറ്റി വീടെത്തി കുളിപ്പിക്കാൻ വെച്ചിട്ട് വണ്ടി കയറ്റി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. കുറച്ച് മുല്ലപ്പൂ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. മുല്ലപ്പൊക്കെ മേടിച്ച് നമ്മളെ വീട്ടിലേക്ക് വരിക കേട്ടോ. ഇനി ഇവിടെ വന്നിട്ടാണ് ബാക്കി ഡ്രസ്സും മാറലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൻ്റെ ഗ്ലോയും കാര്യമൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി എടുത്തതാണ്. അത് ഞാൻ വീഡിയോയിൽ കൊടുത്തു എന്നുള്ളൂ. വീട് അത്യാവശ്യം നമ്മളേട്ട സെറ്റ് ടീം കിടന്ന് ഉറങ്ങി. കുളിയൊക്കെ കഴിഞ്ഞ ആളാണ്. സെറ്റ് ടീം കിടന്ന് ഉറങ്ങി പോയിട്ടുണ്ട്. ഹലോ, അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പൊന്നും കാത്തും കൂടിയിട്ട് ഒരു ഇനാഗ്രേഷന് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ.
ഷോപ്പ് ഏതാണെന്നും എവിടെയാണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പോവാം. അപ്പോൾ പൊന്നൂനും കാത്തൂനും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊന്നും കാത്തൂട്ടെ വാശിയുടെ അങ്ങേ തലയായിട്ട് അല്ല ഉമ്ക്കാ കയ്യിലെന്തോ പാപ്പും കൈ പിടിച്ചാണ് ഇപ്പം തീറ്റ. പോവാ പോയാലോ പറഞ്ഞ. അപ്പം ഇതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറപ്പൂരിലെ ഷോപ്പ് ഓപ്പണിങ്ങിനാണ് കേട്ടോ. അപ്പോൾ പറപ്പൂരിലെ നക്ഷത്ര ഫാൻസി ഷോപ്പിൻ്റെ ഓപ്പണിങ്ങിനാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ എത്തുമ്പോഴേക്കും അവിടുത്തെ അമ്മയും അച്ഛനൊക്കെ വന്ന് നമ്മൾ സ്വീകരിക്കാനെല്ലാം വന്നു. നമ്മളങ്ങനെ ഷോപ്പ് ദൈവത്തിനെ കുറിച്ച് നന്നായി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ പേര് നമ്മൾ അറിയുന്നവരൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഭയങ്കര സന്തോഷം. അതേപോലെ പറയേണ്ട വേറൊരു കാര്യമാണ് അവിടുത്തെ കളക്ഷൻസ്. അടിപൊളി കളക്ഷൻസാണ്. മാലകളാണെങ്കിലും വളകളാണെങ്കിലും കുപ്പിവളകളൊക്കെ ഒരു മായാലോകം തന്നെയാണ് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് കളക്ഷൻസൊക്കെ നോക്കി. അപ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ വന്നൊരു ചേച്ചി, ഗസ്റ്റായി വന്നൊരു ചേച്ചി തന്നെയാട്ടത്. അപ്പോൾ ആളായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല നല്ല കമ്മലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും പറപ്പൂര് സൈഡിലുള്ളവർ എന്തായാലും ഇവിടേക്ക് വന്ന് ഫാൻസി ഐറ്റംസും കാര്യങ്ങളൊക്കെ മേടിച്ചോളൂ. അല്ല തൃശ്ശൂർ സൈഡിലുള്ളവർക്കും വരാം, അതല്ല പറപ്പൂരിലുള്ളവർക്ക് വരാം. ഈസിയാണ്. കാരണം സെൻറ്ററിൽ തന്നെയാണ് നമുക്ക് ഷോപ്പ് വരുന്നത്. അപ്പം ഞാൻ കാരണം കൂടി കുറച്ച് കളക്ഷൻസൊക്കെ നോക്കി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ നോക്കണ നേരത്ത് കാത്തിനായിട്ട് എടുത്തു കേട്ടോ. അപ്പം ഞങ്ങളും ഇങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരോടും വർത്താനം പറഞ്ഞിട്ടോ. അതേപോലെ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ അവിടുത്തെ ഓണേഴ്സ് നല്ലതാണെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടായിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും പറയാമല്ലോ, ഇവിടുത്തെ ഒരു അടിപൊളി അച്ഛനമ്മയായിരുന്നു. എനിക്കവിടെ ഏറ്റവും കമ്പനി ഞാൻ അച്ഛനോട് അമ്മോടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ പറപ്പൂർ സെൻറ്ററിലുള്ള ബിൽഡിങ് തന്നെയാണിത്. അവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലാട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ പുറത്തൊക്കെ ഇരുന്ന്. അപ്പോൾ ഇതാട്ടോ നമ്മളെ അമ്മ, ഞാൻ പറഞ്ഞില്ലേ അടിപൊളി അമ്മയാണ്, നല്ല സ്നേഹമുള്ളൊരു അമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പരിപാടി ചിൽഡ്രൻസ് ഡേയുടെ അന്നേക്കാനും നമ്മൾ കാത്തമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുപ്പ് ഓഫറുകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വഴിക്കൊക്കെ പോകുമ്പോൾ അവിടെ കയറി നോക്കണം. അടിപൊളി കളക്ഷൻസാണ്. കമ്മലുകളൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ്, അതേപോലെ കുട്ടികളുടെ ക്ലിപ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എപ്പോഴും ഫാൻസി കടയിൽ കയറുന്ന ഒരാളല്ല. ഏട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാനും എപ്പോഴും ഫാൻസി കടയിൽ കയറില്ല. പക്ഷെ കയറി താപ്പ് നോക്കിയിട്ട് ഞാൻ അത്യാവശ്യം ഐറ്റംസ് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാത്തുമ്പോൾ അവിടെ എല്ലാവരോടും ഭയങ്കര കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ആൾക്ക് ഭയങ്കര വാശിയായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേറ്റേൻ്റെ ഒരു വാശും ശീലക്കേടെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അവരെല്ലാവരും വർത്താനം പറഞ്ഞ് ആളെ സെറ്റാക്കി എടുത്തു. അവരെ മിഠായി മേടിച്ച് വയ്ക്കണോ, മിഠായി ആരും ചോദിച്ചാൽ ഒരാൾ കൊടുക്കില്ല. അങ്ങനെ ഭയങ്കര കളിയായിരുന്നു കേട്ടോ. കാത്തും ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവിടുത്തെ നമുക്ക് ചിലവരെ പെരുമാറ്റത്തിലായിരിക്കും നമ്മൾ ഭയങ്കര ഹാപ്പി ആവും. അതേപോലെ അവിടെ പറയേണ്ട വേറെ ഒരു കാര്യമാണ് ഇൻറ്റീരിയൽ. അതും എടുത്ത് പറയല്ലോ, അടിപൊളി ഇൻറ്റീരിയൽ വർക്കായിരുന്നു. ഷോപ്പൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര ലക്ഷറി ഫീലായിട്ട് നമുക്ക് ആ ഷോപ്പിൽ കയറുമ്പോൾ തന്നെ അടിപൊളി ഷോപ്പായിരുന്നു. നമുക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ എന്തായാലും അവിടെ പോയി നോക്കിക്കോളൂ. അപ്പോൾ ഏറ്റെടുത്ത് ഓരോരോ പോസ്റ്റുകളാട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത്തരം നമ്മളെ കുട്ടികളെ ക്ലിപ്പുള്ള സൈഡും ഒക്കെ ഉണ്ട്. അവിടെ ഒരുപാട് പേര് വന്ന് പർച്ചേസിങ് കാര്യങ്ങളായി കാരണം നമുക്ക് കുറച്ച് നേരം വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പോയാൽ മാലയിലും വളയിലും എല്ലാം കിട്ടും. അപ്പോൾ ഇതാട്ടോ നമ്മളെ അച്ഛനും അമ്മയും പിന്നെ അവിടുത്തെ ഒരു ഫുൾ ടീമാണത്. അപ്പോൾ ഞങ്ങൾ അവരെ കൂടെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം അവർ ഇന്നലത്തെ ഫുൾ കഷ്ടപ്പാടായിരുന്നു. എന്നോട് പറഞ്ഞു ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തലേദിവസം പുലർച്ചെ 4 മണി വരെയാണ് അവർ അവിടെ ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടെ എല്ലാവരും കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് വേഗം പറപ്പൂരാണുള്ളത്. പറപ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് അല്ലേ നക്ഷത്ര ജ്വല്ലേഴ്സ്. അതായത് ഫുൾ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് ആട്ടോ ഇവിടെ ഉള്ളത്. അതിന് കുട്ടികൾക്കും വലിയവർക്കും എല്ലാ ആൾക്കാർക്കും പറ്റിയ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ, അതിൻ്റെ ഇടയിൽ ഒരാൾ പോയതാണ് പേടിക്കാൻ്റെ. കമ്മലുകളും മാല വളകൾ, പൊന്നുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കുപ്പിവളകൾ തന്നെ അത്യാവശ്യം കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. കാണിച്ച് ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഒക്കെ കുട്ടികളൊക്കെ ഉണ്ട്. കാത്തും അവിടെ കരയുണ്ട് കേട്ടോ. പിന്നെ മാലകളായാലും ഇപ്പോൾ ഇനി ഒന്നുകൂടി അവരുടെ ഐറ്റംസൊക്കെ കയറാനുണ്ട് കേട്ടോ. റീസ്റ്റോക്ക് ചെയ്യാനുണ്ട് ഒക്കെ. വിയറ്റ്നാം അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിട്ടുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇവർ ഇവിടെ ചെയ്യണത്. കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട് കാണാൻ, നല്ല രസമുള്ള
മോതിരങ്ങളൊക്കെ അടിപൊളിയാണ്, കമ്മലുകളായാലും. പിന്നെ ഈ ഷോപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോപ്പിൻ്റെ ഇൻറ്റീരിയലാണ് കേട്ടോ. നല്ല രസമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കണ്ടില്ലേ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എവിടേക്കാണ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള 1 by 1 അവർ നോക്കി കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു ഷോപ്പിൻ്റെ ഉള്ളിലാണ് വൈറ്റ് തീമിൽ ആ പേര് വെച്ച് തന്നെ നല്ല രസമായിട്ട് ഗോൾഡൻ ലെറ്റർ കൊടുത്തിട്ട് എല്ലാം അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ടാണ് ചെയ്ത് തുടങ്ങുന്നത്. ഒരു എന്താ പറയുക, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നോക്കണ രീതിയിൽ തന്നെ അയ്യേന്ന് പറയാൻ പറ്റില്ല ആർക്കും. അടിപൊളി സെറ്റ് ചെയ്ത് എല്ലാം ഒന്നിനൊന്ന് മെച്ചുള്ള ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഇൻറ്റീരിയർ ചെയ്ത ആളെ ഞാൻ നമ്പർ താഴ്ത്തു കൊടുക്കാം. ആർക്കെങ്കിലും ഷോപ്പിലോ വീട്ടിലേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. കാരണം ആ ഒരു ഫിനിഷിങ് കണ്ടില്ലേ, നല്ല രസമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഷോപ്പിൽ അപ്പം നമ്മൾ നമ്പർ എന്തായാലും കൊടുക്കാം. പിന്നെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുക്കാം. പറപ്പൂർ സെൻറ്ററിൽ തന്നെയാണ് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്ന കടകൾ തന്നെയാണ്, കട തന്നെയാണ്. എല്ലാം അടിപൊളി ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ്. അപ്പോൾ പൊന്നോ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് കുപ്പിവളയിൽ ഭയങ്കര ഇഷ്ടമായ ഐറ്റംസ് ആട്ടാ. പിന്നെ മാലകളും ട്രഡീഷണലും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ പറഞ്ഞ അപ്പോൾ എന്താ നമുക്ക് പോകാം അല്ലേ? കാത്തുമ്മ ഇവിടെ അലമ്പാവുണ്ടായിരുന്നു. കാത്തുവിന് ഇഷ്ടപ്പെട്ട കുത്തണ കാത്തു ഇതാ വേണ്ട കുട്ടികളുടെ ക്ലിപ്പിലൊക്കെ ഇത്രയും വെറൈറ്റികളാണ് അധികം കാണാറില്ല. ഇതൊക്കെ കുട്ടികളെ ഒരുപാടുണ്ട്. ഇത് ഫുള്ളും പിള്ളേർക്കുള്ള വെറൈറ്റീസ് ചെയ്തോളൂ. പിന്നെ വളകളിൽ തന്നെ വെറൈറ്റി സാധനങ്ങളാട്ടാ. അപ്പോൾ ഷോപ്പിൻ്റെ പുറത്തത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ ഭാഗത്തുള്ളവരൊക്കെ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലേ കാത്തുമ്മ? നമുക്ക് പോയാലോ? കാത്തുമ്മ നശിപ്പിക്കരുത്. ഓക്കെ ഓക്കെ പോവാം. കണ്ടില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ? ബെന്നിനാകെ കാത്തുന് വെള്ളം കൊടുത്താട്ടാ. അപ്പോൾ അവളെൻ്റെ മേത്തേക്കാക്കി ആകെ തീരുമാനമാക്കി തന്നു. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ ആൾക്കാരും പോയി ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യാം. ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ ഷോപ്പ്, വീടുകൾ, അങ്ങനെ ഇൻറ്റീരിയർ സംബന്ധമായ കാര്യങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ തരാം കേട്ടോ. അപ്പോൾ ആരെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അടിപൊളിയായിട്ട് നമ്മുടെ ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ 2 കാര്യം മറക്കേണ്ട, ഷോപ്പിൻ്റെ കാര്യം, ഇൻറ്റീരിയറിൻ്റെ കാര്യം. അപ്പോൾ അടിപൊളിയായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ. നമ്മളെ വെൽക്കം ചെയ്യേണ്ട കാര്യങ്ങളായാലും എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും നമുക്ക് നമ്മളെ മൈൻഡാക്കിയില്ല എന്നുള്ളൊരു ഇത് നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയും നല്ല രീതിയിൽ തന്നെയായിരുന്നു നമ്മളെ വെൽക്കം ചെയ്തു. നമ്മൾ ഓരോ സെക്കൻഡും നമുക്ക് തരാൻ ഒരു എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ്, ക്യാമറ നേരെയൊക്കെ കേട്ടോ, നല്ല രീതിയിൽ തന്നെയായിരുന്നു അവർ നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്ര ഇന്നത്തെ വീഡിയോകളിലും ആർക്കെങ്കിലും ഇതിനെ സംബന്ധിച്ച്, അതായത് ഇൻറ്റീരിയർ സംബന്ധിച്ചും ആ ഭാഗത്തുള്ള എല്ലാ ഷോപ്പിൻ്റെ കാര്യങ്ങൾക്കൊക്കെ, ഷോപ്പ് മീൻസ് ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ബായ്, പോട്ടെ.